മാവേലിക്കര നഗരസഭയിൽ തൂഫാൻ വാരിയേഴ്സ് സേനയ്ക്ക് രൂപം നൽകി. ലഹരി എന്ന മഹാവിപത്തിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കാൻ മാവേലിക്കര നഗരസഭയിൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി തൂഫാൻ വാരിയേഴ്സ് സേനയ്ക്ക് രൂപം നൽകി. ഇതിന്റെ ഭാഗമായി വിപുലമായ ജനകീയ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെ പുതിയകാവ് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ ജനകീയ റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. വിവിധ സംഘടനകൾ അവരുടെ ബാനറിന് പിന്നിൽ റാലിയിൽ അണിനിരന്നു. കുടുംബശ്രീകൾ, വ്യാപാരി വ്യവസായികൾ, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ, NCC, SPC ക്ലബ്ബുകൾ തുടങ്ങിയ സംഘടനകൾ പരിപാടികൾക്ക് പിന്തുണയുമായി റാലിയുടെ ഭാഗമായി. റാലി താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. തുടർന്ന് ഇവിടെ നടന്ന തൂഫാൻ വാരിയേഴ്സ് സേന രൂപീകരണ പ്രഖ്യാപന സമ്മേളനം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ എന്ന പറയുന്ന 3 ഘട്ടമാണ്. ഒന്ന് തൂഫാൻ സ്ട്രൈക്ക്, അത് പോലീസ് അറസ്റ്റ് ചെയ്യുക, നിയമത്തിന് ഉൾപ്പെടുത്തുക, ജയിലിലിടുക, നിയമപരമായ തൂഫാൻ സ്ട്രൈക്ക്. രണ്ടാമത് തൂഫാൻ വാരിയേഴ്സ്. ആദ്യത്തെ തൂഫാൻ വാരിയർ മോഹൻലാലാണ്. ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് തൂഫാൻ വാരിയേഴ്സ് ഉണ്ടായിരിക്കും. ഇന്നിവിടെ ഈ റാലിയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സായി ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ നിങ്ങൾ തൂഫാൻ നിങ്ങളുടെ കൂട്ടുകാരോട് പറയണം, നോ, ഞാൻ എന്റെ ജീവിതത്തിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ മദ്യവും മയക്കുമരുന്നും മറ്റൊരാൾക്ക് കൊടുക്കില്ല. അത്തരം ഒരു നിശ്ചയദാർഢ്യത്തോടെ നിങ്ങൾ ഈ തൂഫാൻ വാരിയേഴ്സായാൽ ഇതിനെതിരെ ജനങ്ങളോട് പറയണം, വീടുകളിൽ പറയണം. മാതാപിതാക്കളെ ജനങ്ങളാണ് അവരെ അതിൽ നിന്ന് വിലക്കണം. മാത്രമല്ല, ഇതിനെതിരെയുള്ള പ്രകടനങ്ങൾ ശക്തമാക്കണം. നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ലഹരിയുടെ വ്യാപനമുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിച്ചു പറയണം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ പോലീസ് വഴി പറയില്ല. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തൂഫാൻ കെയർ. തൂഫാൻ കെയർ എന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ മയക്കുമരുന്നിന് അടിമയായി പോയാൽ അതിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വലിയ എഫക്റ്റീവായിട്ടുള്ള ജീവിതത്തിൽ അത് ഗവൺമെന്റ് കൊടുക്കുക. ഞങ്ങളിപ്പോൾ 35ഓളം ആശുപത്രികളുമായി ബന്ധപ്പെട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 110 പൊതുസമ്മേളനത്തിൽ മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ്, ഡെപ്യൂട്ടി ചെയർമാൻ K ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര ലഹരി വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായാണ് മാവേലിക്കര നഗരസഭ ഈ ബൃഹത് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. നഗരസഭ അതിർത്തിയിലെ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി അന്യസംസ്ഥാന തൊഴിലാളികളുടെ ചെറുകിട കച്ചവട കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വൻതോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ നഗരസഭ തീരുമാനിച്ചത്.